വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് 11 അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും പ്രാർത്ഥനയിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നും പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെയാണ് താൻ പറയുന്നത്. 9-10 വാക്യങ്ങളിൽ യേശു 3 വാക്കുകളാണ് പ്രധാനമായും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നത്. ആ വാക്കുകൾ ഇവയൊക്കെയാണ്: യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. യേശു പറഞ്ഞു, യാചിച്ചാൽ യാചിക്കുന്നവന് ലഭിക്കും, അന്വേഷിച്ചാൽ അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടിയാൽ മുട്ടുന്നവനു വേണ്ടി തുറക്കപ്പെടും, വാതിൽ തുറക്കപ്പെടും. ഈ 3 വാക്കുകളാണ് യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അവ ഓരോന്നും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യാചന എന്ന വാക്ക് കേൾക്കുമ്പോൾ യാചകരെയാണ് നമുക്ക് ഓർമ്മ വരിക, അല്ലേ? യാചകർ ആരിൽ നിന്നും ഒന്നും ഡിമാൻഡ് ചെയ്യാറില്ല. എനിക്ക് തന്നേ പറ്റൂ എന്നവർ പറയാറില്ല. അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട ബാധ്യത ആർക്കുമില്ല. യാചിക്കുന്ന ആളുകൾ അവർ അർഹിക്കാത്തതാണ് അവർ യാചനയിലൂടെ ചോദിക്കുന്നത്. കൊടുക്കുന്നവരുടെ കരുണ കൊണ്ടാണ് യാചിക്കുന്നവർക്ക് എന്തെങ്കിലും ലഭിക്കുന്നത്. അർഹതയില്ലാത്തത് ഒരു വ്യക്തിയിൽ നിന്നും താഴ്മയുള്ള മനോഭാവത്തോടെ ചോദിക്കുന്നതാണ് യാചന. ഇങ്ങനെ ചെയ്യാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. അവരുടെ പ്രാർത്ഥനയിൽ ഈ മനോഭാവം അവർക്കുണ്ടായിരിക്കണം. 123 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാം. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മനോഭാവം പ്രാർത്ഥനയിലുടനീളം ഉണ്ടായിരിക്കണം. നമുക്ക് അർഹതയില്ലാത്തത് നമ്മുടെ യജമാനൻ നമുക്ക് നൽകാനാണ് നാം പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ മുടിയൻ പുത്രൻ്റെ മനോഭാവം എന്നുവച്ചാൽ മുടിയൻ പുത്രൻ തൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് അവകാശപ്പെട്ടതെല്ലാം എനിക്ക് തരണം എന്ന് ചോദിച്ചല്ലോ. ആ മനോഭാവം ഒരു ശിഷ്യന് പ്രാർത്ഥിക്കുമ്പോൾ ചേർന്നതല്ല. യാചിക്കണം, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അടുത്തതായി അന്വേഷിക്കുവിൻ എന്ന പദമാണ് കർത്താവ് ഉപയോഗിച്ചത്. ആവശ്യം എന്താണെന്ന് മനസ്സിലായി. എനിക്ക് ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ മനസ്സിലായി. അത് ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് അത് ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളോട് അന്വേഷിക്കുന്നു. അതാണല്ലോ അന്വേഷണം എന്നതിൻ്റെ അർത്ഥം. ഒരു പ്രത്യേക വസ്തുവിൻ്റെ ആവശ്യവും വിലയും ബോധ്യമാകുമ്പോഴാണ് ആളുകൾ അത് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം. ഏശാവിനെയും യാക്കോബിനെയും പറ്റി നമുക്കറിയാമല്ലോ. അവർ ഇരട്ട കുട്ടികളായിരുന്നു. എങ്കിലും ഏശാവായിരുന്നു ചില നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ മൂത്തവൻ. അതുകൊണ്ട്
അവനായിരുന്നു ജന്മാവകാശം, ജ്യേഷ്ഠാവകാശം. ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം അവനാണ്, ഭരിക്കാനുള്ള അവകാശം അവനാണ്, ദൈവസന്നിധിയിൽ തൻ്റെ കുടുംബത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം അവനാണ്. അവൻ്റെ പേരാണ് വംശാവലിയിൽ വരിക. ദൈവം തൻ്റെ പിതാവിൻ്റെ പിതാവായ അബ്രഹാമിനും വാഗ്ദത്തം ചെയ്ത ആ അനുഗ്രഹങ്ങളെല്ലാം അവനാണ് ലഭിക്കേണ്ടത്, ജ്യേഷ്ഠൻ എന്ന നിലയിൽ. പക്ഷേ ഏശാവിന് അതിൻ്റെ വിലയറിയില്ലായിരുന്നു. അവനതിനെ തുച്ഛീകരിച്ചു. ഇതൊന്നും ഒരു ഉപകാരമുള്ള കാര്യമല്ലെന്നാണ് അവൻ കരുതിയത്. പക്ഷേ രണ്ടാമനായ യാക്കോബിന് ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില മനസ്സിലായി. ഒരുപക്ഷെ 15 കൊല്ലം അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ കൂടാരത്തിൽ വസിച്ചു എന്ന് നാം യാക്കോബിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം അവൻ ഈ കാര്യം മനസ്സിലായത്. ഏതായാലും ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില മനസ്സിലായി കഴിഞ്ഞപ്പോൾ യാക്കോബ് ജ്യേഷ്ഠാവകാശത്തിനായി ആഗ്രഹിച്ചു. അതിൻ്റെ വില മനസ്സിലാക്കി അതിനുവേണ്ടി അന്വേഷിച്ചു. ഏതെങ്കിലും വിധത്തിൽ തനിക്ക് ആ ജ്യേഷ്ഠാവകാശം ലഭിക്കണം എന്ന് യാക്കോബ് ആഗ്രഹിച്ചു. വിലയുള്ളതും തനിക്ക് വേണ്ടതുമായ ജ്യേഷ്ഠാവകാശത്തിനു വേണ്ടി യാക്കോബ് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഒരവസരം ലഭിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ യാക്കോബ് ഏശാവിനോട് ജ്യേഷ്ഠാവകാശം ചോദിച്ചു വാങ്ങി. ഒരു നേരം പട്ടിണിക്കിരുന്നിട്ടാണെങ്കിലും അവൻ ജ്യേഷ്ഠാവകാശം ഏശാവിനോട് വാങ്ങി. അതെ, യാക്കോബ് അന്വേഷിക്കുകയായിരുന്നു. അവന് വിലയുള്ളത് എന്താണെന്ന് മനസ്സിലായി. അത് യാക്കോബ് അന്വേഷിച്ചു കൊണ്ടിരുന്നു. യേശു ജനിച്ചപ്പോൾ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടു. അത് കണ്ട മറ്റ് പലരും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിലയുണ്ടെന്ന് മനസ്സിലായ വിദ്വാൻമാരാണ് യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയത്. യെരുശലേമിൽ പഴയ നിയമം അറിയാവുന്ന യഹൂദ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരോടും ആ വിദ്വാൻമാർ നക്ഷത്രത്തെക്കുറിച്ചും യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെപ്പറ്റിയും പറഞ്ഞു. പക്ഷേ അവർക്കതിന് വിലയില്ലായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിനെ അന്വേഷിച്ചില്ല. വിലയുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുന്നവർ അത് അന്വേഷിക്കണം. അതാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മൂന്നാമത് യേശു പറഞ്ഞു, മുട്ടുവിൻ, തുറക്കപ്പെടും. അടഞ്ഞു കിടക്കുന്ന വാതിലിലാണ് ആളുകൾ മുട്ടുന്നത്. അകത്ത് കിടക്കാനോ അകത്തുള്ളവർ വാതിൽ തുറക്കാനോ ആണ് വാതിലിൽ മുട്ടുന്നത്. ഒരു പ്രാവശ്യം മാത്രം മുട്ടിയാൽ വാതിൽ തുറക്കാൻ സാധ്യതയില്ല. അതാണ് യേശു ഇവിടെ പറയുന്നത്. മുട്ടിക്കൊണ്ടേയിരിപ്പിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. തുറക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാതിൽ, അവിടെ തുടർച്ചയായി മുട്ടിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ. ഇതാണ് തൊട്ട് മുമ്പുള്ള ഉപമയിൽ നാം കണ്ടത്. രാത്രിയിൽ ഒരു അതിഥി വീട്ടിൽ വന്നു. ആ അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ ഇല്ലാഞ്ഞതുകൊണ്ട് ആ ആതിഥേയൻ തൻ്റെ കൂട്ടുകാരനായ ധനികനായ വ്യക്തിയുടെ വീട്ടിൽ രാത്രിയിൽ പോയി കതകിന് മുട്ടുന്നു. മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. കൂട്ടുകാരൻ എഴുന്നേറ്റ് കതക് തുറന്ന് കൊടുക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ വാതിലിലുള്ള മുട്ടിൻ്റെ ദൈർഘ്യം, ഇത് ലഭിക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നാണ് കാണിച്ചത്. അത് ആ വീട്ടിനുള്ളിലുണ്ടായിരുന്ന ധനികനായ വ്യക്തിക്ക് മനസ്സിലായി. ഇന്ന് ഉറങ്ങണമെങ്കിൽ ഞാൻ കതക് തുറന്ന് ഇവൻ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് മനസ്സിലായപ്പോൾ അയാൾ എഴുന്നേറ്റു ആ വ്യക്തിക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് വാതിലിൽ മുട്ടുന്നത് എന്ന് വീട്ടിനകത്തുള്ള ആൾക്ക് മനസ്സിലാകും. നിർത്താതെ മുട്ടുക നിമിത്തം വീടിനകത്തുള്ള ആൾക്ക് ഈ ആൾക്ക് ഇത് കൊടുത്തേ തീരൂ എന്ന് മനസ്സിലാവും. ആ നിലയിൽ മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്. അതിനുശേഷം തൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കുന്ന ശിഷ്യന്മാരോട് അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്
സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ അതിന് പകരം തേളിനെ കൊടുക്കുമോ? അതിൻ്റെ അർത്ഥം ആ ചോദ്യങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണ്. തീർച്ചയായും അങ്ങനെ ചെയ്യുകയില്ല. എന്തുകൊണ്ടാണ് യേശു ഈ കാര്യങ്ങളിലൂടെ പറഞ്ഞത്? നമുക്കറിയാം, കർത്താവിനെ പരീക്ഷിച്ച സമയത്ത് ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് പരീക്ഷകൻ പറഞ്ഞു. ആളുകൾ പറയുന്നത് ആ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന കല്ലുകൾക്ക് അവരുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഷേപ്പായിരുന്നു. അതുകൊണ്ട് ആ കല്ല് കണ്ടാൽ അപ്പം എന്ന് തോന്നും. വിശന്നിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുക സ്വാഭാവികം. ആ കല്ലിനെ അപ്പമാക്കുക എന്നാണ് പരീക്ഷകൻ യേശുവിനോട് പറഞ്ഞത്. യേശു അത് നിരസിച്ചു. ഞാനതോടെ പറഞ്ഞതിൻ്റെ കാര്യം, ഒരു ചെറിയ കുട്ടി കല്ല് കണ്ടിട്ട് അത് അപ്പമാണ്, എനിക്ക് ആ അപ്പം വേണമെന്ന് ആ കുട്ടിയുടെ അപ്പനോട് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടി അവനൊരു പാമ്പിനെയോ മീനിനെയോ കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാ. ഒരു പാമ്പിനെ കണ്ടിട്ട് അവൻ അപ്പനോട് പറയും, എനിക്ക് ആ മീനെ വേണം. അതുപോലെ തന്നെ ഒരു തേളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കുട്ടി പറയും, എനിക്ക് ആ മുട്ട വേണം. സുബോധമുള്ള ഒരു അപ്പനും ആ കുട്ടി പറയുന്നത് കേട്ട് കല്ലെടുത്ത് കൊടുക്കുകയോ പാമ്പിനെ പിടിച്ചു കൊടുക്കുകയോ തേളിനെ എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയോ ചെയ്യുകയില്ല. ഞാൻ സുബോധമുള്ള അപ്പൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കേട്ട് നിൽക്കുന്ന ശിഷ്യന്മാരൊക്കെ ഭയങ്കര ദുഷ്ടന്മാരാണെന്നാണോ? അതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ സ്വർഗസ്ഥനായ പിതാവുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോസ്തലന്മാരാണ്, യേശു തിരഞ്ഞെടുത്തവരാണെങ്കിലും അവർ ദോഷികളാണ്. നിങ്ങൾ ദോഷികളാണ്. ദൈവത്തിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ദോഷികളാണ്. ദോഷികളായ നിങ്ങൾ പോലും നിങ്ങളുടെ കുട്ടികൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അവർ ചോദിച്ചു എന്ന കാരണത്താൽ കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും തരുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പം പോലെ ഇരിക്കുന്ന കല്ല് ആർക്കും ഒരു പോഷകഗുണവും നൽകിയില്ല. അത് കഴിക്കാൻ സാധിക്കുന്നതല്ല. പാമ്പ് അത് വിഷമുള്ളതാണ്. അത് കടിച്ചാൽ ആളുകൾ കൊല്ലപ്പെടും. തേള് അതിനും വിഷമുണ്ട്, പക്ഷെ അത് കുത്തിയാൽ ഭയങ്കര വേദനയാണ്. ഈ കുട്ടി ചോദിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ കുട്ടികൾ ചോദിക്കുന്ന കാര്യം പ്രയോജനമില്ലാത്തതും മരണത്തിലേക്ക് നയിക്കുന്നതും അവർക്ക് വേദനയുണ്ടാക്കുന്നതുമാണ്. ദോഷികളായ പിതാക്കന്മാർ അതനുവദിക്കില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനമില്ലാത്തതും നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നതും നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്നതുമായ ഒന്നും നിങ്ങൾക്ക് തരില്ല. അതുമാത്രമല്ല, 13-ാം വാക്യത്തിൽ താൻ പറയുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. 13-ാം വാക്യത്തിൻ്റെ അവസാനം ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദാനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതെന്താണ്? പരിശുദ്ധാത്മാവ്. തന്നോട് യാചിക്കുന്നവർക്ക് താൻ കൊടുക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. ഇതിൻ്റെ അർത്ഥം, നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ ദൈവം അളന്ന് നമുക്ക് തരുമെന്നാണോ? അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്നാണല്ലോ. അപ്പോൾ അധികം പരിശുദ്ധാത്മാവ്, കുറവ് പരിശുദ്ധാത്മാവ്.
പല ആളുകളും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ നിലയിൽ അത് വിശ്വസിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അധികമായിട്ടും കുറച്ചായിട്ടും കൊടുക്കാൻ സാധിക്കില്ല. യേശു ഒരു വ്യക്തിയാണ്. എനിക്ക് അധികം യേശുവിനെ കിട്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം യേശു ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തൃത്വത്തിലെ മറ്റൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അധികമായിട്ടും കുറച്ചായിട്ടും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ എന്താണ് യേശു ഇവിടെ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ താൻ സഭയെ സ്ഥാപിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനൊരു കാര്യസ്ഥനെ അയക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്ന് വച്ചാൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരേ സമയത്ത് പല സ്ഥലത്ത് തനിക്കായിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വരുമ്പോൾ താൻ എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ വസിക്കും. തനിക്ക് ശരീരമില്ല, അതുകൊണ്ടുള്ള സ്വാതന്ത്ര്യക്കുറവില്ല. ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ ഒരേ സമയം വസിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പിന്നെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു എന്നതുകൊണ്ട് ആളുകൾ എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത് എന്നൊക്കെ. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ഉള്ളിലിരുന്ന് ആ വിശ്വാസി നടക്കേണ്ടുന്ന വഴി ഏതാണെന്ന് അവന് പറഞ്ഞു കൊടുക്കും, അവന് കാണിച്ചു കൊടുക്കും. അവനെ സകല സത്യത്തിലും വഴി നടത്തും. അവന് വേണ്ടുന്ന ഉപദേശം പറഞ്ഞു കൊടുക്കും. ദൈവവചനം വായിച്ചാൽ അതവന് മനസ്സിലാക്കി കൊടുക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിക്കുമ്പോൾ അത് അനുസരിക്കാൻ മനസ്സില്ലാതെ വന്നാൽ അവൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രയോജനമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് വച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവില്ലാതെ നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നവർ ഒരു ധാർമ്മിക ജീവിതത്തിന് അവരുടെ മനഃശക്തി കൊണ്ട്, അവരുടെ സ്വയം നിയന്ത്രണം കൊണ്ട് നന്നായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവന് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുകയും അവന് വകതിരിവും ബുദ്ധിയും നൽകുകയുമാണ്. അതനുസരിച്ച് അവൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം. ശിഷ്യന്മാർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അവർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏത് വഴിയിൽ പോകണം, ഏത് വഴിയിൽ പോകരുത്, അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ് അവർക്ക് വേണ്ടത്. അത് നൽകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കേവലം ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്കല്ല മുൻഗണന, മറിച്ച് ദൈവം അവനെക്കുറിച്ച് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് താൻ ജീവിക്കണം. തൻ്റെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങളിൽ ഏത് നിലയിൽ ഏത് തീരുമാനമെടുത്ത് എങ്ങനെ ജീവിക്കണം എന്ന് അവന് സ്വർഗീയമായ ഒരു ഉപദേശം ആവശ്യമാണ്. അത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ നിലയിൽ ദൈവത്തിൽ നിന്നുള്ള വിവേകം, ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്, കൗൺസിൽ ദൈവം കൊടുക്കും. അത് ധാരാളം കൊടുക്കുമെന്നാണ്.
ആ കാര്യത്തിൽ ദൈവം യാതൊരു പിശുക്കും വിചാരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ജീവനും ഭക്തിക്കും ഉതകുന്നതെല്ലാം ദൈവം നൽകും. നമ്മെ അനാഥരായി വിടുകയില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അനാഥർ എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്തവർ, നയിക്കാൻ ആളില്ലാത്തവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊരു സംഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം അവൻ ഏതു വഴിക്ക് പോകണമെന്ന് കാണിച്ചു കൊടുക്കുവാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതു വ്യക്തിക്കും ദൈവം ആ പ്രകാശനം നൽകും. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, പലരോടും ചോദിച്ചു, പക്ഷേ എനിക്കൊരു ദർശനമില്ല, ഒരു തെളിവായിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവരോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവർക്ക് വേറെ വെളിപ്പാടുകളൊന്നും കൊടുക്കാറില്ല. രണ്ടാമത്, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ. അങ്ങനെ ഉള്ള ഉദ്ദേശത്തോടു കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം അന്വേഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൽ നിന്നും വലിയ പ്രയോജനമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഏത് വഴിക്ക് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാം, അതിനാവശ്യമായ ഗൈഡൻസ് നൽകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ആ നിലയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആരെയും ദൈവം അനാഥരായി വിടുകയില്ല. അവരെ ദൈവം നടത്തും. നാം ചോദിക്കുന്നത് ചിലപ്പോൾ ദൈവം നമുക്ക് തന്നു എന്ന് വരികയില്ല. കല്ല് കണ്ട് അപ്പമാണെന്നും, പാമ്പിനെ കണ്ടിട്ട് മീനാണെന്നും, തേളിനെ കണ്ടിട്ട് മുട്ടയാണെന്നും ഒക്കെ വിചാരിച്ച് നാം ചില കാര്യങ്ങൾ ചോദിക്കും. അത് ദൈവം നമുക്ക് തരില്ല. കാരണം നമുക്ക് ആത്മീയ പ്രയോജനമില്ലാത്തതും നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ദൈവം നമുക്ക് തരാതിരിക്കും. അത് നമ്മോടുള്ള സ്നേഹമാണ്. എന്നാൽ നമുക്ക് വേണ്ടത് അവൻ നമുക്ക് ധാരാളമായി നൽകും. യാചിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. ഈ പരിപാടിയുടെ CD ആവശ്യമുള്ളവർ ഞങ്ങളുടെ വിലാസം വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വചനദീപം